ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് എന്നെ ഞെട്ടിപ്പിക്കുകയും നിങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുകയും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിട്ട് പുറത്തു വരിക. എന്താണ് ആ പ്രധാന വീഡിയോ? ഇത്രയും കാലം സ്വന്തം സഹോദരിയുടെ ഒരു അനുജത്തി, ആ സഹോദരിയുടെ അനുജത്തിയോട് പ്രേമം. അപ്പോൾ ഇതുവരെ ഈ ചങ്ങായി എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ കല്യാണം ചെയ്യുമ്പോൾ? അപ്പോൾ എന്താ യഥാർത്ഥം? കാരണം 3 കുട്ടികളുള്ള ഒരു ചെറുക്കൻ, ആ ചെറുക്കൻ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട, അല്ലെങ്കിൽ മകളെ പോലെ കാണേണ്ട ഒരു ഭാര്യയുടെ അനുജത്തി, ആ ഭാര്യയുടെ അനുജത്തിയോട് കാമം തോന്നുക. എന്നിട്ടോ കാമം തോന്നുക എന്ന് മാത്രമല്ല, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ പറയുന്നത്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടും. ഞങ്ങൾ അന്വേഷിച്ച് വരരുത്, ഞാൻ വരും തിരിച്ചു വരും, എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾ കേട്ടില്ല ഈ പറഞ്ഞ സംഗതികൾ എന്താണെന്ന്? ഞങ്ങൾക്ക് ഇനി ജീവിക്കാനേ കഴിയില്ല. കാരണം ഏട്ടനോടൊത്ത്, ആരാ ഏട്ടൻ എന്ന് പറയുന്നത്? ഭാര്യയെ സാധാരണ ഭർത്താവിനെ ഏട്ടൻ എന്ന് പറയാറുണ്ട് നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ. അതല്ല, അളിയനാണ്. ആ അളിയനോടൊത്ത് എൻ്റെ സഹോദരി അഥവാ എൻ്റെ പിതാവിന് തുല്യമായിട്ട്, എൻ്റെ ആങ്ങളയുടെ, എൻ്റെ സഹോദരന് തുല്യമായിട്ട് എനിക്ക് സദാചാരാടിസ്ഥാനത്തിൽ എന്നെ കാണേണ്ട, ഞാൻ അങ്ങോട്ടും കാണേണ്ട ആ ഒരു സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടിയിട്ട് പറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ രണ്ടുപേരും പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി ജീവിക്കാനേ കഴിയില്ല. കാരണം ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്, ഈ പ്രേമം തുടങ്ങിയിട്ട്, അപ്പോൾ എന്നാണ് ഇപ്പോൾ പ്രേമം തുടങ്ങിയ? യഥാർത്ഥത്തിൽ ഇവന് തന്നെ ഏകദേശം ഒരു 40-45 വയസ്സ് പ്രായമുണ്ട്. കാരണം 3 കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ വന്ന കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ പ്രേമം തുടങ്ങിയോ, അഥവാ മറ്റു പല തമ്മാടിത്തരങ്ങളും ചെയ്യാൻ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവന് ഈ 3 കുട്ടികൾ ഒരു 10 വർഷം മുമ്പെങ്കിലും യഥാർത്ഥത്തിൽ ഇവൻ വിവാഹം ചെയ്ത് കാണണം. അപ്പോൾ അക്കാലത്ത് ഈ പെണ്ണിന് ഇപ്പം തന്നെ ഒരു 10-20 വയസ്സായിട്ടുള്ളൂ. ആ 20 വയസ്സ് 10 വയസ്സിൽ തന്നെ ഞാൻ ഇവളുമായിട്ട് പ്രേമം തുടങ്ങിയെന്നോ? എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഒന്നുകൂടെ ഈ പെൺകുട്ടി പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് അതല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇനി ജീവിക്കാനേ കഴിയില്ല എൻ്റെ ഈ ഏട്ടനില്ലാതെ. അളിയനെ കുറിച്ചാണ്. സ്വന്തം സഹോദരിയുടെ ഭർത്താവായ പിതാവിനെ പോലെ, സഹോദരനെ പോലെ കാണേണ്ട ആ പുരുഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ ഏട്ടനില്ലാതെ എനിക്കിനി ഈ പെൺകുട്ടി നീയൊന്ന് ആലോചിച്ച് നോക്കി. നിന്റെ സഹോദരിയെയും ആ 3 കുട്ടികളെയും നിങ്ങൾ അനാഥമാക്കിയിട്ടാണ് ഈ ഒളിച്ചോടുന്നത്. സാധാരണ രീതിയിൽ ഒരു അവിവാഹിതയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ഒരുത്തൻ ഒളിച്ചോടുന്നത് തന്നെ യഥാർത്ഥത്തിൽ സദാചാര മൂല്യങ്ങൾക്ക് നിരക്കാത്തതും, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നതും മാത്രമല്ല, വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കും മറ്റുമൊക്കെ പ്രയാസങ്ങളും, സമൂഹത്തിൽ അപമാനമുണ്ടാക്കി പിന്നീട് ഈ പെൺകുട്ടിയുടെ താഴെയുള്ള പെൺകുട്ടികൾക്കൊന്നും തന്നെ വിവാഹം വരാത്ത ബുദ്ധിമുട്ടിൽ സമൂഹം തന്നെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ എപ്പോഴും ഒരു വളരെ ദുഷിച്ച കണ്ണോടെ പിന്നെ കാണുള്ളൂ. കാരണം അവർ മരണം വരെ അവർക്ക് നല്ലൊരു മാന്യമായ ഒരു അന്തസ്സായ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ചാടിപ്പോയിക്കോളൂ, പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള കുടുംബത്തെ പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല. താഴെയുള്ള അനുജത്തിമാരുടെ ജീവിതം കട്ടപ്പോക, സഹോദരന്മാരുടെ ജീവിതം കട്ടപ്പോക, മാതാപിതാക്കൾ ഇങ്ങനെ ആലോചിച്ച് മനോരോഗം വന്നിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും അപ്പം ചിന്തിക്കുന്നില്ല ഈ പെൺകുട്ടിയോ. ഇതാണ് ഒട്ടനേകം ഒളിച്ചോട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്ലൈമാക്സിനേക്കാൾ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഇവർക്ക് എത്താൻ പോവുക. തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. ഈ 3 കുട്ടികളുടെ ശാപം തികച്ചും അറബിയിൽ പറയുന്ന ഒരു യത്തീം കുട്ടികളായി മാറുകയാണ്. അനാഥ കുട്ടികളാണ്. ഈ കുട്ടികളെ ഇനി എങ്ങനെയാണ് സംരക്ഷിക്കുക? മാത്രമല്ല അവരുടെ മാതാപിതാക്കളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ മൂത്ത മകളുടെ മകളുടെ ഈ 3 കുട്ടികളെയും വളർത്താൻ വേറെ ഒരു കഴിവുമില്ല. ഇയാൾ എന്തോ ഡ്രൈവറോ മറ്റോ ആണ്. ഈ ചെറുക്കൻ ഒരു ഡ്രൈവറോ മറ്റോ ആയിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. വേറെ ആൺകുട്ടികളൊന്നും അവർക്ക് ആ മാതാപിതാക്കൾക്കുള്ളതായിട്ട് കേൾക്കുന്നില്ല. ഇനി ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും എങ്ങനെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ ഈ ചെറുക്കൻ അവിടെ വന്നു കൂടുകയാണോ യഥാർത്ഥത്തിൽ? വിവാഹം ചെയ്ത് അയച്ചാൽ പിന്നീട് സ്വാഭാവികമായിട്ടും ഈ 3 കുട്ടികളെയും
ഭാര്യയെയും ഒക്കെ അവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവൻ സ്വന്തം വാടകയ്ക്ക് എടുത്ത വീട്ടിലോ ഒക്കെയാണല്ലോ കഴിഞ്ഞു കൂടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഭാര്യയുടെ ഈ സഹോദരിയുമായിട്ട് ഇവന് ഈ 5-8 വർഷം മുമ്പ് തന്നെ പ്രണയം മുട്ടിയിടാനും അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഒരിക്കലും കഴിയില്ല, ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയില്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതം ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ ഒറ്റക്കാണോ താമസിക്കുന്നത്, അതോ ഇവരുടെ മാതാപിതാക്കളില്ലേ, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എവിടെയാണ്, അതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഇവർ പ്രേമിക്കണമെങ്കിൽ പ്രണയിക്കണമെങ്കിൽ ഈ പെൺകുട്ടി ഇവനുമായിട്ട് സ്വാഭാവികമായിട്ടും വല്ല വാടകയൊക്കെ എടുത്ത് കഴിയുന്നുണ്ടാകണം, അതല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെ കഴിയാൻ തുടങ്ങും. അതല്ലാതെ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ പ്രണയബദ്ധരായി തീരാൻ അവിടുത്തെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി മറ്റേ പെൺകുട്ടിയൊക്കെ കാണും, നാട്ടുകാർ കാണുവാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവം ഇതിൽ മണക്കുന്നുണ്ട് എന്ന് തന്നെ കാണണം. ഇവൻ അതോടൊപ്പം ഈ ഭാര്യ വീട്ടിൽ വന്നുകൊണ്ട് താമസിക്കുകയാണോ ഇനി? അപ്പോൾ ഇവനുമായിട്ട് ഇങ്ങനെ ഇടപഴകി എങ്ങനെയായാലും 40 നാൾ കട്ടാൽ 41 കളവ് പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പ്രേമഭാജനങ്ങളായി മുഹബത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ പെൺകുട്ടിയുടെ സഹോദരി കണ്ടെത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ പക്ഷേ ഇതുവരെ അവരുടെ ആ മുഹബത്ത് പുറത്ത് ആരും കണ്ടില്ല, അവരുടെ ഈ ആറാം പുറപ്പ് ആരും കണ്ടില്ല എന്നാണോ യഥാർത്ഥത്തിൽ? അപ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മായിയമ്മയും അമ്മോശപ്പനും ഒന്നുമില്ലാത്ത ഒരു വീടാണോ? എന്താണ് ഇത് സംഭവം അറിയുന്നില്ല. എന്ത് തന്നെയായാലും ഈ പറയുന്ന ആ 3 കുട്ടികളുടെ ഒരു മാതാവ് ഇനി എത്രമാത്രം കഷ്ടപ്പെടണം? മാത്രമല്ല നമുക്കറിയാവുന്നിടത്തോളം ഈ 3 പെൺകുട്ടികളും പെൺകുട്ടികളാണെന്നാണ് കേട്ടത്. ആ പെൺകുട്ടികളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇനി വളർത്തിയുണ്ടാക്കിയാൽ തന്നെ ആ കുടുംബത്തിൻ്റെ ദുഷ്പേര് ഇനി എങ്ങനെയാണ് മാറുക? ആ പെൺകുട്ടികളെ പിന്നെ വിവാഹം ചെയ്യാൻ മാന്യമായ കുടുംബത്തിൽ നിന്ന് വരുമോ? അതല്ല ഇനി സാജി പറയുന്നത് പോലെ ഈ കുട്ടികളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് എവിടേക്കാച്ചാൽ പോയിക്കോട്ടെ, അവരുടെ സ്വതന്ത്ര ലോകം തിരഞ്ഞെടുക്കട്ടെ എന്നൊരു രീതിയിലാണോ? എന്തുമാത്രം വേദനാജനകമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ വേദന എത്രമാത്രമാണ്. ഇനി ആ ഭർത്താവ് ആ പെൺകുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് മാത്രമാണോ? ഇനി ആ പെണ്ണിന് അങ്ങേയറ്റം ക്ലേശങ്ങളും ബുദ്ധിമുട്ടും സമൂഹത്തിൽ എത്തുമാത്രം പ്രയാസം. ഇവരാവട്ടെ ഇനി ചാടിപ്പോയി ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയില്ല, അത്രമാത്രം ഞങ്ങൾക്ക് മുഹബത്താണ്, ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയില്ല എന്ന് പറയുന്ന ഈ സ്വർഗത്തോപ്പിലേക്ക് ഇപ്പം ഇവർ രണ്ടുപേരും കൂടെ ചാടി ഓടി പോയിട്ട് എത്ര കാലമാണ്? ഇതുവരെ അവർക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ സ്വർഗത്തോപ്പിന് ഇനി എത്ര കാലമാണ് ഇപ്പോൾ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുക? മാത്രമല്ല ഏകദേശം ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇവന് 45 വയസ്സും ഇവൾക്ക് 20 വയസ്സുമേ ആയിട്ടുള്ളൂ. ആ 20 വയസ്സായ അവളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 10-15 വയസ്സ് വരെയും അവളുടെ യൗവനം ഇങ്ങനെ തുടർന്ന് നിൽക്കും. ഇവനാവട്ടെ ഒരു 10-60 വയസ്സ് കിളവനുമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾക്ക് ഇനി എന്തായിത്തീരും? ഇവൾക്ക് അവളുടെ വൈകാരികതയാണല്ലോ അപ്പോൾ ഇതിനൊക്കെ കാരണമായത്. വെറും കാമപ്പിരാന്ത് എന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ 50 വയസ്സ് വരെയൊക്കെ അവൾക്ക് ഈ കാമം കത്തി നിൽക്കുന്ന നിലയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഏകദേശം 25, 30, 35 വയസ്സുകളിലൊക്കെ കാമാർത്ഥയായ അവൾക്ക് ഈ പറയുന്ന ഈ ഏട്ടത്തിയുടെ ഭർത്താവിനെ ഇനി മുന്നോട്ട് സഹിക്കാൻ കഴിയുമോ? അവളുടെ ആർത്തി തീരുമോ? ആലോചിച്ച് നോക്കി, എത്രയെത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം അപ്പോൾ അവൾ സ്വാഭാവികമായിട്ടും ഇനി വേറെ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോകും. അങ്ങനെ തന്നെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ശാപവും ഉണ്ടാകും, ഇനി ചാടിപ്പോക്ക് തുടരും. അങ്ങനെ വരുമ്പോൾ ഈ കൊണ്ടുപോയ ഈ ചെറുക്കൻ്റെ സ്ഥിതി എന്താണ്? അവൻ സ്വാഭാവികമായിട്ടും അവനെ കൊലപ്പെടുത്താൻ വരെ ഇവൾ ശ്രമിക്കാം. ആലോചിച്ച് നോക്കി. ഇനി അതല്ലെങ്കിൽ അവൻ്റെ അഭ്രാന്തി തീർന്നാൽ ഇവളെ എവിടെയെങ്കിലും ഇട്ടിറങ്ങി ഏതെങ്കിലും വേശ്യാലയത്തിലോ മറ്റോ കൊടുത്ത്, അതല്ലെങ്കിൽ അവയവ വിൽപ്പനക്കാർക്ക് കൊടുത്ത് എന്തെല്ലാം വഴികളാണ് കാണുന്നത് ഒന്നും ചിന്തിക്കാതെ. സാമൂഹികമായ മര്യാദ, മാന്യത, മാത്രമല്ല ഒരു മതവിശ്വാസത്തിൻ്റെ അന്തസ്സ് എല്ലാം കളഞ്ഞു കുളിക്കുന്നു. ഒരു താലി ചാർത്തി തൻ്റെ സഹോദരി അഗ്നിസാക്ഷിയായി താലി ചാർത്തി ഒരു ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം മാലയിട്ട് സ്വീകരിച്ച് വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആ പവിത്ര ജീവിതം, ആ ജീവിതം മുഴുവനും ഇതാ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, കാലങ്ങളായി ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതില്ലാതാക്കിയിരിക്കുന്നു. സമൂഹം അതറിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളെ തെരയണ്ട എന്നാണ് പറയുന്നത്. യാതൊരു ബന്ധവും, ഒരു പുലബന്ധം പോലും നമ്മളുടെ വീട്ടിലൊക്കെ
ഒരു പൂച്ച പോയാൽ നമ്മൾ പറയുമല്ലോ ആ പൂച്ച എവിടെ പോയി എന്ന്. അങ്ങനെ ആ ചോദിക്കുന്ന ചോദ്യം പോലും ഇനി ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വെച്ച് പുലർത്തണ്ട. അതാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ഒരു കോഴിയോ പൂച്ചയോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തരയുമല്ലോ. ആ തെരച്ചിൽ പോലും ഞങ്ങളുടെ കാര്യത്തിൽ നടത്തണ്ട എന്ന് പറയുന്ന ആ അവസ്ഥ ആ പെൺകുട്ടിക്ക്. അപ്പോൾ പക്വത, പാകത, അന്തസ്, അഭിമാനം എല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുരുത്തം കെട്ട ഈ എന്താ പറയുക, തൻ്റെ ആ ഏട്ടത്തിയുടെ ഭർത്താവിന് ഇവൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? ഇവളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ പെണ്ണാണ്, കാര്യങ്ങളെക്കുറിച്ച് അവബോധമില്ലാതെ ചിലപ്പോൾ ഏട്ടനുമായിട്ട് പ്രേമിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടവനാണ് ഇവൻ. മോളെ, നീ ഒരിക്കലും എന്നെ പ്രേമിക്കരുത്, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, ഞങ്ങളുടെ ജീവിതം തകർത്തിട്ടാവരുത് അത് നിനക്ക്. അപ്പോൾ സതുപദേശം ഉപദേശിക്കണ്ടാ. തനിക്ക് സദാചാര ബോധവും അടിസ്ഥാനപരമായ ബോധവും മറ്റൊരുത്തനുമായിട്ട് അന്യായമായിട്ട് ഈ ഭാര്യയുടെ സഹോദരി ഇടപെടുന്നുണ്ടെങ്കിൽ അത് ശാസിക്കേണ്ടവനും അത് ഗുണദോഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു രക്ഷിതാവിൻ്റെ റോളിലാണല്ലോ അവൻ ഏട്ടത്തിയുടെ ഭർത്താവായിട്ട് ആ വീട്ടിലെത്തിയിട്ടുള്ളത്. അവൻ സ്വാഭാവികമായിട്ട് ആ ഗുരുനാഥൻ്റെയും ആ എന്താ പറയുക ആ റോള് സ്വീകരിക്കേണ്ട, ആ രക്ഷിതാവിൻ്റെ റോള് സ്വീകരിക്കേണ്ട ആ ഏട്ടത്തിയുടെ ഭർത്താവാണ് ഇവളെ കൊണ്ടുപോകുന്നത്. ചെയ്യരുത്. എന്തുമാത്രമാണ് ഈ രംഗങ്ങളൊക്കെ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. എന്തുമാത്രം ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടാണ്, വേദന സമ്മാനിച്ചിട്ടാണ്, പ്രയാസം സമ്മാനിച്ചിട്ടാണ് ഈ പെൺകുട്ടി, ശാപം സമ്മാനിച്ചിട്ടാണ് ഈ പെൺകുട്ടി പോകുന്നത്. എവിടെ ഏത് കാശിയിൽ കുളിച്ചാലും, ഏത് ബദ്രനാഥിൽ കുളിച്ചാലും, ഈ എന്താ പറയുക, ഏത് യമുനയിൽ കഴുകിയാലും ഈ പാപം എങ്ങനെയാണ് തീർക്കാൻ കഴിയുക മകളെ നിനക്ക്? നീ ആലോചിച്ച് നോക്ക്. മാത്രമല്ല, നിനക്കിത് എത്ര കാലമാണ് ഈ സ്വർഗീയ ജീവിതം ഇവിടെ കിട്ടാൻ പോകുന്നത്? തീർച്ചയായിട്ടും നീ ഏതെങ്കിലും ചവറ്റുകൊട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും കുണ്ടിലോ കുളത്തിലോ ഒക്കെ തന്നെ നിന്റെ അവസ്ഥ അവസാനിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇത് കൊണ്ട് കാണുന്നത്. ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഈ അവിഹിതങ്ങൾ ചെയ്യുമ്പോഴും തികച്ചും അബദ്ധങ്ങൾ ചെയ്യുമ്പോഴും ഒരു വേള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യൂ. അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു ബുദ്ധിക്ക് നമ്മൾ കിണറ്റിൽ ചാടിയാൽ എന്തെങ്കിലും ഒരു ദേശത്തിന് പിന്നീട് ആ കിണറ്റിൽ നിന്ന് കയറാൻ ഒരുപാട് നമ്മൾ ശ്രമിക്കേണ്ടി വരുമെന്നത് പറഞ്ഞ പോലെ നമ്മൾ ഒരു മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 16 വയസ്സുകാരനായ ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടി ഒരു പഴുത്ത മാങ്ങ കിട്ടാൻ വേണ്ടി ഒരു മൂച്ചിയുടെ മേലെ കയറി. പക്ഷേ കയറി അവനെത്തി മാങ്ങ പൊട്ടിച്ചു, കയ്യിൽ പിടിച്ചു എന്നല്ലാതെ അവന് പിന്നെ കീഴ്പോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. പിന്നെ ഫയർ എഞ്ചിൻ്റെയും മറ്റു സഹായത്താലാണ് അവനെ ഇറക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്രാപഞ്ചികമായ നിയമങ്ങൾ പോലും നമുക്ക് മുമ്പിൽ തെളിവുകളായി നിരത്തിയിരിക്കുന്നു. ദൈവം ഇത്തരത്തിലൊന്നും ഉള്ള തിന്മകൾക്ക് നിലനിൽപ്പില്ല, ആ സന്തോഷത്തിന് നിലനിൽപ്പില്ല. മാന്യമായി അന്തസ്സായി സമൂഹത്തിൽ നിക്കാഹ് ചെയ്ത് താലി ചാർത്തി ചെയ്യുന്ന ആ വിവാഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.